ഹോളിവുഡ് സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആക്ടറായിരിക്കും ജാക്ക് വെയ്ഡ്. ഒരു സ്പൈഡർമാൻ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് വന്ന നോവോക്കീൻ ആണെങ്കിലും ദ ബോയ്സ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം നോട്ടീസബിൾ ആയിട്ടുള്ള വർക്കാണ്. അദ്ദേഹം ഇത്തവണ ഡങ്കൻ സ്കൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ സീൻ ഫാർലി എന്ന് പറയുന്ന റൈറ്ററിൻ്റെ കൂടെയും ഒന്നിക്കുമ്പോൾ വന്ന ഒരു സിനിമയാണ് ദ നെയ്ബർഹുഡ് വാച്ച് എന്ന് പറയുന്ന ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മൂവി പറയുന്നത് ഒരു മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ എപ്പോഴും ഹാലൂസിനേറ്റ് ചെയ്യുന്ന ഒരു ആളുടെ കഥയാണ്. ആ ഒരു ക്യാരക്ടറാണ് സൈമൺ എന്ന് പറയുന്ന ഒരു ജാക്ക് വെയ്ഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സോ അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം ഒരു കിഡ്നാപ്പിംഗ് കാണാൻ ഇടയാവുന്നു. സോ അങ്ങനെ അത് കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻ്റൽ ഹാലൂസിനേഷനുള്ള ഈ ഒരാൾ ഒരു പോലീസിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ എന്തായിരിക്കും നടക്കുക. സോ അതിനെ ബേസ് ചെയ്താണ് ഇദ്ദേഹം വേറൊരാളുടെ കൂടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം മെൻ്റലി ഇൽനെസ് ഉള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാര്യമായിട്ട് ആരും ചെവികൊള്ളില്ല. സോ അങ്ങനെ പോകുന്ന ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ഡീൻ മോർഗൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ടറും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, അവരുടെ പെർഫോമൻസ്, അതാണ് ഈ ഒരു സിനിമയെ എലവേറ്റ് ചെയ്യുന്നത് കൂടുതലും. കാരണം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. സോ അങ്ങനെ പോകുന്ന ഈ ഒരു കഥയ്ക്കകത്ത് അവരുടെ രണ്ടുപേരുടെയും ഇൻവെസ്റ്റിഗേഷനാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ്, ഈ ഒരു രണ്ട് ക്യാരക്ടേഴ്സും തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്, അതിന് അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണുന്നവർക്ക് മേ ബി ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. അതല്ലാതെ ഒരു വാച്ചബിൾ മൂവിയായിട്ട് കണ്ടു മറക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ക്രീൻ പ്ലേ ഉള്ള ഒരു മൂവിയാണിത്.